വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ ഭാഗങ്ങള്, ഇന്ത്യൻ ഇക്കണോമിക്സ് അല്ലെ, ഇതൊക്കെ നമ്മുടെ റിവിഷൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് കേരള ജോഗ്രഫിയിലേക്കാണ്. കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ SCERT പാഠഭാഗങ്ങളുടെ 15 ദിവസത്തെ ഒരു ക്ലാസ് സയൻസിന്റെ മാത്രമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ദിവസം നമ്മൾ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ അപ്ലോഡ് ചെയ്തു. എങ്കിലും എനിക്ക് തോന്നി എന്തായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ സയൻസ് ഭാഗത്തുനിന്ന് SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും തോന്നി. അങ്ങനെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് കാലത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ അങ്ങനെ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് തുടർന്നുകൊണ്ട് പോവാം. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫി കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇനി കേരള ജോഗ്രഫിയിലേക്ക് വരികയാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ, ഭൂമിശാസ്ത്രപരമായി കേരളത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചേക്കുക എന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന് മലനാട്, അടുത്തത് ഇടനാട്, അടുത്തത് എന്താണ് തീരപ്രദേശം. അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തിരിച്ചിരിക്കുന്നത്. മലനാടിന്റെ പ്രത്യേകതകൾ നമുക്ക് ആദ്യം പഠിക്കാം. മലനാട്ടിൽ എന്തൊക്കെയാ ഉണ്ടാവുക? പർവ്വതങ്ങൾ, ഭയങ്കര ഉയരം കൂടിയ പർവ്വതങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് ഏത് മലനാട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെ, സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലനാട് എന്ന് ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി കണക്കാക്കുമ്പോൾ മൊത്തം ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. 48% എന്താണ്? മലനാടാണ്. കേരളത്തിലെ നദികൾ എല്ലാം തന്നെ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണ്? മലനാടാണ്. മലനാടിലെ പർവ്വതങ്ങള്, അതുപോലെ തന്നെ ഭൂരിഭാഗം പർവ്വതങ്ങളും വനങ്ങളും ഒക്കെയാണ് കാണപ്പെടുന്നത് ട്ടോ. ഇനി അടുത്തത് കേരളത്തിന്റെ മലനാട് ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട ഒരു മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. അപ്പൊ പശ്ചിമഘട്ട മലനിരകൾ എന്തിന്റെ ഭാഗമാണ്? കേരളത്തിന്റെ മലനാടിന്റെ ഭാഗമാണ്. അപ്പൊ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുകയാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് അല്ലെങ്കിൽ മലനിരയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം കൊടുമുടിക്ക് 1868 മീറ്റർ ഉയരാണുള്ളത്. ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് വിളിക്കുന്നത് ഏതാണ്? ആനമുടിയാണ് അല്ലെ. അപ്പോ അതൊക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പശ്ചിമഘട്ടത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അതുപോലെ ഞാൻ പറയുന്നില്ല. അങ്ങനെ മലനാട് കഴിഞ്ഞു. അടുത്തത് ഇടനാട്ടിലേക്ക് പോവാണ്. ഇടനാട്ടിൽ എന്താണുള്ളത്? ചെറിയ കുന്ന്. പഠിച്ചു നോക്കിയാ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചെറിയ കുന്ന്, അതുപോലെ തന്നെ താഴ്വരകള്, ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഇടനാടിലാണ്. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 42% ഇടനാടാണ്. ഇത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ്. ഇനി ഇടനാടിന്റെ പ്രത്യേകത, ഇടനാടുകളിൽ ധാരാളം കാണപ്പെടുന്നത് എന്ത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ചോദിച്ചിട്ടുണ്ട്. ലാറ്ററൈറ്റ് മണ്ണുകൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഇടനാടിലാണ്. മരച്ചീനി, നെല്ല്, വാഴ, അതുപോലെ റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നു, ഇടനാടിൽ കൃഷി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്ത തീരപ്രദേശമാണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ, അതുപോലെ 590 കിലോമീറ്റർ എന്നൊക്കെ പല പുസ്തകങ്ങളിലും പല രീതിയിൽ കാണാറുണ്ട്. രണ്ടും കൂടി എങ്ങനെയായാലും തരില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സംശയമില്ല. കേരളത്തില് തീരപ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. കേരളത്തിൽ തീരപ്രദേശം എന്ന് പറയുമ്പോൾ കടൽ തീരം അല്ലെ. കടൽ തീരം ഉള്ളത് എത്ര ജില്ലകളാണ്? കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. കടൽ തീരം ഇല്ലാത്തത് ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്, പാലക്കാട് തുടങ്ങിയ 5 ജില്ലകളിൽ കടൽ തീരം ഇല്ല. ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ലയുമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക ചോദിക്കണ വെച്ചാൽ കേരളത്തിൽ ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കാണ്.
കടൽ തീരങ്ങളെ കുറിച്ച് പറയുമ്പോ ബീച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മുഴുപ്പിലങ്ങാട് ബീച്ച് ഉണ്ട്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണത്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ പറയാ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറഞ്ഞ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്, ഇതാണ് ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇനി അടുത്തത് പ്രധാന മലകള് അതുപോലെ ബീച്ചുകളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് വേണമെങ്കിൽ ഒന്നും കൂടി ടീച്ചർ പറയാം, അറിയാത്ത കുട്ടികളൊന്ന് ഓർത്തു വെക്കുക. അതായത് അഗസ്ത്യവനം അല്ലെങ്കിൽ അഗസ്ത്യാർകൂട് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അറിയാം. ശബരിമല എവിടെയാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, പത്തനംതിട്ട ജില്ലയിലാണ്. ആനമുടി എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ ചോദിക്കാം, അതൊക്കെ അറിയണം, മീശപ്പുലിമല അറിയാലോ നിങ്ങൾക്ക്. മീശപ്പുലിമലയും എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ. ബാണാസുര എവിടെയാണ്? ബാണാസുര മലകള് സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലാണ്. ബ്രഹ്മഗിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വയനാടാണ്. അമ്പുകുത്തിമല എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്, വയനാടാണ്. ഏഴിമല എവിടെയാണ്? കണ്ണൂരാണ്. ഉരളിമല എവിടെയാണ്? കണ്ണൂരാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാണിപുരം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഇനി അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ ചോദിക്കുമ്പോൾ പാപനാശം അത് എവിടെയാണ്? വർക്കല അല്ലെ. ശംഖുമുഖം, കോവളം അതൊക്കെ തിരുവനന്തപുരത്താണ്. ബേക്കല് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അതുപോലെ പയ്യമ്പലം, ധർമ്മടം ഒക്കെ എവിടെയാണ്? പയ്യമ്പലം മുഴുപ്പിലങ്ങാട് നേരത്തെ പറഞ്ഞു. പയ്യമ്പലവും ധർമ്മടം ഒക്കെ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ചെറായി മുനമ്പം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചെറായി മുനമ്പം ബീച്ചുകള് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. തങ്കശ്ശേരി ബീച്ച് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി അടുത്തത് ഈ മലകളും നിലനിരകളൊക്കെ പറയുമ്പോൾ പഠിക്കേണ്ടതാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ചുരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ എന്താ പറയാ, പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ എത്ര ചുരം ഉണ്ട് എന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടത്തിൽ നമ്മൾ പറയും മൊത്തം 16 ചുരങ്ങളെ പറയും. ഏറ്റവും വലിയ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരത്തിന്റെ പേര് ചോദിക്കണേ വെച്ചാൽ പാലക്കാട് ചുരം പറയാ. ഈ പാലക്കാട് ജില്ലയെ എന്തുമായി ബന്ധിപ്പിക്കുന്നു? പാലക്കാടിനെ അല്ലെങ്കിൽ കേരളത്തെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏതാ? നമ്മുടെ പാലക്കാട് ചുരം എന്ന് പറയുന്നത് കേട്ടോ. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കേട്ടോ. ഇനി പാലക്കാട് ചുരത്തിന്റെ പ്രത്യേകത, കേരളത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്, കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടന്നുവിടുന്നത് ഏതാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഏതാണ്? NH 544 544 അല്ലെങ്കിൽ NH പഴയ പേര് പറയുകയാണെങ്കിൽ 47 എന്ന് പറയും അല്ലെ. ഇനി അടുത്തത് താമരശ്ശേരി ചുരം, എല്ലാവർക്കും അറിയുന്നതാണ്. താമരശ്ശേരി എന്ന് പറയുന്ന ചുരം. താമരശ്ശേരി കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. കോഴിക്കോട് മൈസൂരാണ്. കോഴിക്കോട് മൈസൂരാണ് താമരശ്ശേരി. അടുത്തത് എന്താണ്? പെരിയ ചുരം. എന്താണ്? പെരിയ ചുരം മാനന്തവാടി മൈസൂരാണ്. മാനന്തവാടി മൈസൂരാണ് പെരിയ ചുരം എന്ന് പറയുന്നത്. അടുത്തത് പാൽ ചുരം. പാൽ ചുരം ചോദിക്കാൻ വെച്ചാ വയനാട് കണ്ണൂര്. വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്? പാൽ ചുരം എന്ന് പറയുന്നത്. അടുത്തത് ആലുവാമൊഴി. എന്താണ്? ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരം തിരുവനന്തപുരത്തെ എന്തുമായി ബന്ധിക്കുന്നു? തിരുനെൽവേലി. തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ആലുവാമൊഴി. അടുത്തത് ബോഡി നായ്ക്കന്നൂർ. ഏതാണ്? ബോഡി നായ്ക്കന്നൂർ എന്ന് പറയും. ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു. എന്താണ് ബോഡി നായ്ക്കന്നൂരിന്റെ പ്രത്യേകത? എന്തുമായി ബന്ധിപ്പിക്കുന്നു? ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ബോഡി നായ്ക്കന്നൂർ എന്ന് പറയുന്നത്. ഓർക്കണം കേട്ടോ. ബോഡി നായ്ക്കന്നൂർ ചുരം എവിടെയാണെന്ന് ചോദിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുമായി ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചുരമാണ് കേട്ടോ. ഒരു മിനിറ്റ്, ഇപ്പൊ എഴുതാം. ബോഡി നായ്ക്കന്നൂർ ചുരം എന്തിനെ ബന്ധിപ്പിക്കുന്നു? ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയും. എന്താ? ബോഡി നായ്ക്കന്നൂർ ചുരം. ക്ലിയർ ആയില്ലേ? ഇടുക്കി മധുര. ഇടുക്കി മധുര. ക്ലിയർ ആയല്ലോ? ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു. ഇനി അടുത്തത് നമ്മള് പേരമ്പാടി
ചുരം, പേരമ്പാടി എന്ന അടുത്ത ചുരത്തിന്റെ പേര്. അതെന്താണ്? കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നതാണ്. കണ്ണൂർ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം. ഇത്രയാണ് പ്രധാനപ്പെട്ട ചുരങ്ങള് അല്ലെ. ഇനി ഓർക്കുക, ഒന്നും കൂടി ഉണ്ട്, ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. പുനലൂര് അതുപോലെ തന്നെ ചെങ്കോട്ട. പുനലൂര് ചെങ്കോട്ടയാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് കോൾ നിലങ്ങൾ എന്ന് പറയുന്ന ഭാഗം കൂടി നമുക്ക് ഇവിടെ പഠിക്കാം. കോൾ നിലങ്ങൾ, അതായത് എന്താണ് കോൾ നിലങ്ങൾ എന്ന് പറഞ്ഞ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഉൽപാദന മേഖല. നെല്ല് ഉൽപാദന മേഖലയാണ് ഏതാ? കോൾ നിലങ്ങൾ. പ്രധാനമായിട്ടും മലപ്പുറം അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലാണ് എന്ത് കാണപ്പെടുന്നത്? കോൾ നിലങ്ങൾ കാണപ്പെടുന്നത്. കോൾ നിലങ്ങൾ എവിടെ കാണപ്പെടുന്നു? സമുദ്രനിരപ്പിൽ നിന്നും എങ്ങനെയാ കാണപ്പെടുന്നത്? 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴ്ചയിലാണ്. 0.5 മീറ്റർ മുതൽ 5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴെയാണ് ഇത് കാണപ്പെടുന്നത്. കേരളത്തിലെ കോൾ നിലങ്ങളിൽ കൂടുതൽ കൃഷി ചെയ്യുന്നത് നെൽകൃഷി സീസണിലെ 3 സീസണുകളിൽ ഒന്നായ പുഞ്ച സീസണിലാണ്. ഇപ്പൊ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച 3 സീസൺ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൽ പുഞ്ച സീസണാണ് കോൾ നിലങ്ങളിൽ കൂടുതൽ കൃഷി ചെയ്യുക. തൃശൂർ, മലപ്പുറം ജില്ലകളിലെ കോൾപ്പാടങ്ങളിൽ എന്താണ് പ്രധാനമായിട്ടുള്ള കൃഷി ഏതാന്ന് ചോദിച്ചാൽ പൊക്കാളി എന്ന് പറയുന്ന കൃഷിയാണ്. പൊക്കാളിയുടെ പ്രത്യേകത ഒരു ദിനം നെല്ലാണെന്ന് മനസ്സിലാക്കുക. കോൾ നിലങ്ങളുടെ പ്രത്യേകത ഇവിടെ അമ്ല സ്വഭാവം കൂടുതലാണ്. എന്താണ്? കോൾ നിലങ്ങളിൽ അമ്ല സ്വഭാവം ഉണ്ട്. അതുപോലെ തന്നെ ഇരുമ്പ്, അലുമിനിയം, ഇരുമ്പിന്റെയും അതുപോലെ തന്നെ അലുമിനിയത്തിന്റെയും അംശങ്ങള് ഇവിടെ കാണാം. അലുമിനിയത്തിന്റെയും അംശങ്ങളുണ്ട്. എന്നാൽ എന്തിന്റെ സ്വഭാവമാണ്? എക്കൽ മണ്ണിന്റെ സ്വഭാവവും കാണിക്കുന്നതാണ് കേട്ടോ. ഈ പൊക്കാളി കൃഷിയുടെ പ്രത്യേകത വെള്ളപ്പൊക്കത്തെ അതുപോലെ തന്നെ ലവണാംശത്തെയൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ള കൃഷിയിനമാണ് ഏതെന്ന് പറയുന്നത്? പൊക്കാളി കൃഷി എന്ന് പറയുന്നത് കേട്ടോ. ഒരാളോളം പൊക്കമുള്ളതാണെന്നാ പറയുന്നത് പൊക്കാളി എന്ന് പറയുന്ന ആ ഒരു നെല്ല്. മറിഞ്ഞു വീണ് കഴിഞ്ഞാലും ചീയൊന്നുമില്ല, മറിഞ്ഞു വീഴില്ല, വീണാൽ തന്നെ ചെയ്യാത്ത അത്തരം, ചീഞ്ഞു പോവാത്ത അത്തരം ഒരു പരിപാടിയാണ് നെല്ലാണ്. ഇനി അടുത്തത് നമ്മുടെ കേരളത്തില് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള 1-2 കാര്യങ്ങളും കൂടി നമുക്ക് പറയാം. കേരളത്തിന്റെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? അറബിക്കടലാണ് അല്ലെ. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം. ഇനി കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് ചോദിക്കണേച്ചാ, തെക്ക് കിഴക്ക് ആണ് ചോദിക്കണേച്ചാൽ നമ്മൾ എന്താ പറയാ? തമിഴ്നാടാണ് പറയാ. ഇനി അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പീഠഭൂമിയാണ് ചോദിക്കണേച്ചാ വയനാട് പീഠഭൂമി പറയും. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് എന്താണെന്ന് ചോദിച്ചാ വടക്കു ഭാഗത്ത് കർണാടകമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയും. അതുപോലെ തന്നെ കേരളത്തില് എന്താണ് പറയാ? കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാന്ന് ചോദിച്ചാൽ വയനാട് പറയും. അതുപോലെ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് തുടങ്ങിയവ പറയും. ഇത്രയും നമ്മൾ കേരളത്തിന്റെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അതില് എന്താ കേരളത്തിന്റെ ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഔദ്യോഗിക പക്ഷി, പുഷ്പം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണേ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ച് വരിക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ.